പുണർതം നക്ഷത്രക്കാർ സാധാരണ ആളുകൾ അല്ല. ഇവരുടെ ജീവിതം പലപ്പോഴും നിങ്ങൾക്ക് ഒരിക്കൽ എങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്തു ചെയ്താലും ഒന്നും ശരിയാകുന്നില്ല എന്ന്? സന്താനഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് അത് സാക്ഷാത്കരിക്കാൻ ജീവിതത്തിലെ പല കാര്യങ്ങളും സുഖകരമായിരിക്കുമ്പോഴും കണ്ടക്ഷനി നിലനിൽക്കുന്നതിനാൽ നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. 2026 വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് പുണർതം നക്ഷത്രക്കാർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എന്തോ ഒരുവിധത്തിലുള്ള തടസ്സം, മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ പിന്നോട്ട് വലിക്കുന്ന ഒരു അവസ്ഥ, ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഫലം കിട്ടാത്ത ഒരു കാലഘട്ടം, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇനി സമയം മാറുകയാണ്. 2026 വിഷുവിൽ നിന്ന് 2027 വിഷുവരെ പുണർതം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെ നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഈ വീഡിയോയിൽ നാം അതിനെ വളരെ വിശദമായി ഓരോ മേഖലയായി യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളോടൊപ്പം നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ ചോദ്യം: നിങ്ങളുടെ നക്ഷത്രം പുണർതമാണോ? ആണെങ്കിൽ കമന്റിൽ യെസ് എന്ന് എഴുതൂ. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയതാണ്. പുണർതം നക്ഷത്രക്കാർ സാധാരണ ആളുകൾ അല്ല. ഇവരുടെ ജീവിതം പലപ്പോഴും ഒരു കഥ പോലെ ആയിരിക്കും. ഒരിക്കൽ വീഴാം, രണ്ടാമത് വീഴാം, പക്ഷേ അവിടെ നിന്നു വീണ്ടും ഉയിർത്തെഴുന്നേൽക്കുന്ന ഒരു ശക്തി ഇവർക്കുണ്ട്. അതാണ് ഈ നക്ഷത്രത്തിന്റെ യഥാർത്ഥ ശക്തി. പലർക്കും നിങ്ങൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും വീണ്ടും ശ്രമിക്കുന്ന ഒരു സ്വഭാവം കാണാം. ഉദാഹരണത്തിന്, ഒരാൾ 3 തവണ ബിസിനസ്സിൽ പരാജയപ്പെട്ടിട്ടും 4ാമത്തെ ശ്രമത്തിൽ അതിശയകരമായ വിജയം കൈവരിക്കുന്ന കഥകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആദ്യത്തെ പരാജയങ്ങൾ അദ്ദേഹത്തെ തളർത്തിയേക്കാം, ആത്മവിശ്വാസം കുലുക്കിയേക്കാം, ചുറ്റുപാടുള്ളവരുടെ സംശയങ്ങളും വിമർശനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നാൽ അതെല്ലാം മറികടന്ന് ഓരോ പരാജയത്തെയും ഒരു പഠനമായി കാണുകയും കൂടുതൽ ശക്തിയോടും വ്യക്തതയോടും കൂടി വീണ്ടും മുന്നോട്ടു പോകുകയും ചെയ്യുന്ന ഒരാളുടെ മനോഭാവമാണ് ഇവിടെ കാണുന്നത്. അതാണ് പുണർതത്തിന്റെ എനർജി എന്നു പറയുന്നത്. ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ, വീഴ്ചകൾക്ക് ശേഷമുള്ള എഴുന്നേൽപ്പ്, ഒടുവിൽ നേടുന്ന ശക്തമായ വിജയം. ജീവിതം ഇവരെ പല രീതിയിൽ പരീക്ഷിക്കും. ചിലപ്പോൾ അവസരങ്ങൾ കൈവിട്ടുപോകും, ചിലപ്പോൾ പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കില്ല, ചിലപ്പോൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം വൈകും. എന്നാൽ ഈ പരീക്ഷണങ്ങൾ ഇവരെ തകർക്കാനല്ല, മറിച്ച് കൂടുതൽ കരുത്തുറ്റവരാക്കാനാണ്. ഈ പ്രക്രിയയിലൂടെ അവർ കൂടുതൽ ക്ഷമയും സ്ഥിരതയും ആത്മവിശ്വാസവും നേടുന്നു. അതുകൊണ്ടുതന്നെ ഒടുവിൽ ഇവർക്ക് ലഭിക്കുന്ന വിജയം സാധാരണ വിജയം അല്ല, അത് ഒരു വലിയ തിരിച്ചുവരവാണ്, ഒരുപാട് പോരാട്ടങ്ങൾക്കു ശേഷമുള്ള അഹിച്ച നേട്ടം. നിങ്ങളും ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ജീവിതം പല തവണ നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? പലപ്പോഴും വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ടു പോകേണ്ടി വന്ന അവസ്ഥകൾ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെ നിങ്ങളുടെ ഭാവിയിലെ വിജയത്തിനുള്ള അടിസ്ഥാനം ആകാമെന്നു ചിന്തിക്കാം. 2025 അവസാനവും 2026 ആദ്യ മാസങ്ങളും എങ്ങനെയായിരുന്നു? പലർക്കും അത് വളരെ കഠിനമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം വ്യാഴം പുണർതം നക്ഷത്രത്തിലായിരുന്നു, അതും നേർഗതിയും വക്രഗതിയും മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഇത് ഒരു വ്യക്തിയുടെ തീരുമാനശേഷിയെ തന്നെ ബാധിക്കും. നിങ്ങൾക്ക് ഒരിക്കൽ എങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്തു ചെയ്താലും ഒന്നും ശരിയാകുന്നില്ല എന്ന്? അവസരങ്ങൾ അടുത്തു വന്നിട്ടും കൈവിട്ടുപോയിട്ടുണ്ടോ? പലർക്കും ജോലി കിട്ടാതെ പോയി, ചിലർക്ക് പഠനത്തിൽ തടസ്സം, ചിലർക്ക് സാമ്പത്തിക സമ്മർദ്ദം.
ഒട്ടുമിക്ക പുണർദം നക്ഷത്രക്കാരും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സ്ട്രഗിൾ ഫേസ് അനുഭവിച്ചിട്ടുള്ളവരാണ്. അവർ കഴിവില്ലാത്തവർ ആയതിനാലോ പരിശ്രമം കുറവായതിനാലോ അല്ല ഈ അവസ്ഥ ഉണ്ടാകുന്നത്, മറിച്ച് പലപ്പോഴും സമയം അനുകൂലമല്ലാത്തതിനാലാണ് കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ പോകുന്നത്. എത്ര ശ്രമിച്ചാലും ഫലങ്ങൾ വൈകുന്നതും ഒരുപാട് ശ്രമങ്ങൾക്കു ശേഷവും തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതും ഇവർക്കു സാധാരണ അനുഭവമായിരിക്കും. ഈ ഘട്ടങ്ങളിൽ പലർക്കും ആത്മവിശ്വാസം കുറയാനും എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന സംശയം തോന്നാനും സാധ്യതയുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല, അവരുടെ ഉള്ളിലുള്ള കഴിവുകളും പരിശ്രമവും ശരിയായ സമയത്ത് തെളിയാൻ കാത്തിരിക്കുകയാണ്. സമയം അനുകൂലമായാൽ അതുവരെ അനുഭവിച്ച എല്ലാ വെല്ലുവിളികളും ഒരു ശക്തിയായി മാറി കൂടുതൽ ഉറച്ച നിലപാടോടെ അവർ മുന്നോട്ടു പോകാൻ സഹായിക്കും. അതിനാൽ ഈ സ്ട്രഗിൾ ഫേസ് ഒരു അവസാനമല്ല, മറിച്ച് ഒരു തയ്യാറെടുപ്പാണ്. ഈ സമയത്ത് അവർ പഠിക്കുന്ന പാഠങ്ങളും നേടുന്ന അനുഭവങ്ങളും തന്നെയാണ് പിന്നീട് വലിയ വിജയത്തിനുള്ള അടിത്തറയാകുന്നത്. സമയം മാറുമ്പോൾ ഇവർ തന്നെ അതിശയകരമായ രീതിയിൽ ഉയർന്നു വരികയും അവരുടെ യഥാർത്ഥ കഴിവ് ലോകത്തിനു മുന്നിൽ തെളിയിക്കുകയും ചെയ്യും. ജൂലൈ 2026 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ ഘട്ടം ആരംഭിക്കുമെന്ന് കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അവസ്ഥ സ്ഥിരമായ ഒന്നല്ല എന്നതാണ്. ചില സമയങ്ങളിൽ എല്ലാം നിശ്ചലമായി നിൽക്കുന്നതുപോലെയും എത്ര ശ്രമിച്ചാലും മുന്നോട്ടു പോകാൻ കഴിയാത്തതുപോലെയും തോന്നാം. എന്നാൽ സമയം മാറുമ്പോൾ സാഹചര്യങ്ങളും മാറും എന്നതാണ് യാഥാർത്ഥ്യം. 2026 ജൂലൈ മുതൽ വ്യാഴത്തിന്റെ സഞ്ചാരത്തിൽ വരുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുകൂലമായ ഊർജം നൽകാൻ തുടങ്ങും. അതിന്റെ ഫലം നേരിട്ട് നിങ്ങളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും അവസരങ്ങളിലും പ്രതിഫലിക്കും. ഇതുവരെ അനുഭവിച്ചിരുന്ന ആശയക്കുഴപ്പങ്ങളും, അതായത് കൺഫ്യൂഷൻ, തടസ്സങ്ങളും കാര്യങ്ങൾ വ്യക്തമല്ലാത്ത അവസ്ഥയും, അവ ഒറ്റയടിക്ക് മാറില്ലെങ്കിലും പതുക്കെ പതുക്കെ കുറഞ്ഞ് ഒരു വ്യക്തതയും സ്ഥിരതയും രൂപപ്പെടാൻ തുടങ്ങും. ജീവിതം വീണ്ടും ട്രാക്കിൽ എത്തുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകും. ഇത് ഒരു വിദ്യാർത്ഥിയുടെ കഥയുമായി താരതമ്യം ചെയ്യാം. ഒരാൾ 2 വർഷം തുടർച്ചയായി പരീക്ഷയിൽ പരാജയപ്പെടുന്നു. ആ സമയത്ത് അവൻ എത്ര പരിശ്രമിച്ചാലും ഫലം ലഭിക്കാത്തതുപോലെ തോന്നും, ആത്മവിശ്വാസം നഷ്ടപ്പെടും, ചുറ്റുപാടുള്ളവരുടെ സംശയങ്ങളും സമ്മർദ്ദവും കൂടും. എന്നാൽ ഒരുപാട് പഠനങ്ങളും അനുഭവങ്ങളും അവനെ അകത്തുനിന്ന് മാറ്റിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഒരു സമയത്ത് എല്ലാം ഒരുമിച്ച് ശരിയായപ്പോൾ, അവന്റെ തയ്യാറെടുപ്പും സമയവും അവസരവും ഒത്തുചേരുമ്പോൾ അതേ വ്യക്തി മികച്ച മാർക്കോടെ വിജയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന ഘട്ടം ഒരു തയ്യാറെടുപ്പിന്റെ സമയമായിരിക്കാം. ജൂലൈ 2026 മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതിനകം നേടിയ അനുഭവങ്ങളും കരുത്തും നിങ്ങളുടെ മുന്നേറ്റത്തിന് സഹായകരമാകും. അതിനാൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അവസാനമുണ്ടെന്ന് മനസ്സിലാക്കി പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തൊഴിൽ മേഖലയിലേക്ക് നോക്കുമ്പോൾ ഇതുവരെ നിലച്ചു നിൽക്കുന്നതുപോലെ തോന്നിയിരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായ മുന്നേറ്റം കാണാൻ തുടങ്ങുന്ന ഘട്ടമാണ് ഇത്. എത്ര ശ്രമിച്ചിട്ടും ഫലം ലഭിക്കാത്തവർക്ക് ഇപ്പോൾ പുതിയ അവസരങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ട്. ചിലർക്കു പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല ജോബ് ഓഫറുകൾ ലഭിക്കാം. ചിലർക്ക് അവരുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് വിദേശ അവസരങ്ങൾ കാത്തിരുന്നവർക്ക് ഇപ്പോൾ അതിന് വഴികൾ തെളിയാം. ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരത ലഭിക്കുകയും പരിശ്രമത്തിന് യഥാർത്ഥ വില ലഭിക്കുകയും ചെയ്യും. ചിലർക്കു പ്രമോഷൻ, ശമ്പള വർധനവ് അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ ജോലി സംബന്ധമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും ലഭിക്കുന്നതായി അനുഭവപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം ഒരു ടേണിംഗ് പോയിന്റ് ആകാം. നേരത്തെ നേരിട്ട നഷ്ടങ്ങളും തടസ്സങ്ങളും പിന്നിട്ട് ഇപ്പോൾ ക്രമേണ വീണ്ടെടുക്കാൻ തുടങ്ങും. പുതിയ ക്ലയന്റുകളും കൂടുതൽ ഓർഡറുകളും ലഭിക്കാം. ബിസിനസ്സിൽ സ്ഥിരതയും ലാഭവും കൈവരിക്കാൻ സാധിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കാം. സാമ്പത്തികമായി നോക്കുമ്പോൾ ഇത് ഒരു മെച്ചപ്പെടലിന്റെ കാലഘട്ടമാണ്. കടബാധ്യതകൾ പതുക്കെ കുറയാൻ തുടങ്ങും, ചിലർക്ക് മുഴുവനായും തീർക്കാൻ പോലും സാധിക്കും. വരുമാനം സ്ഥിരതയോടെ ലഭിക്കുമ്പോൾ സേവിങ്സ് ഉണ്ടാക്കാനുള്ള അവസരങ്ങളും വർദ്ധിക്കും. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ ഇത് നല്ല സമയമായി മാറും. ആകെ നോക്കുമ്പോൾ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ക്രമേണ ഉയരുന്ന ഒരു ഘട്ടമാണ് ഇത്. കുടുംബജീവിതത്തിൽ ഈ ഘട്ടം കൂടുതൽ സമാധാനവും സന്തോഷവും നൽകുന്ന സമയമായി മാറും. മുമ്പ് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും ചെറിയ അഭിപ്രായ ഭിന്നതകളും പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുകയും ഒരാളുടെ മനസ്സിനെ മറ്റൊരാൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും.
ഇതിലൂടെ കുടുംബബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന അനുഭവം ലഭിക്കും. വിവാഹം വൈകിയിരുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത ഉയർന്നിരിക്കുന്നു. ശരിയായ സമയത്ത് ശരിയായ ബന്ധം മുന്നിൽ വരികയും കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുകയും ചെയ്യാം. ഇതിനകം ദാമ്പത്യ ജീവിതത്തിലിരിക്കുന്നവർക്ക് ബന്ധത്തിൽ കൂടുതൽ സ്നേഹവും സ്ഥിരതയും അനുഭവപ്പെടും. മുൻപ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒതുങ്ങി പരസ്പര ബഹുമാനവും വിശ്വാസവും വർദ്ധിക്കും. സന്താനഭാഗ്യം പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് പ്രതീക്ഷ നൽകുന്ന ഘട്ടമായിരിക്കും. ഏറെ നാളായി കാത്തിരുന്ന ആ ആഗ്രഹം സഫലമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു വീട്ടിൽ നീണ്ടകാലമായി കാത്തിരുന്ന ഒരു മംഗളകാര്യം, വിവാഹം, ഗൃഹപ്രവേശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്തോഷകരമായ ചടങ്ങ് ഈ കാലയളവിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആകെ കൂടി കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിറഞ്ഞ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്ന സമയമായി ഇത് മാറും. ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിലും ചെറിയ അവഗണനകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ഘട്ടമാണിത്. ദിവസേനയുടെ തിരക്കുകളും ചിന്തകളും കാരണം ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമവും പരിചരണവും നമുക്ക് പലപ്പോഴും നൽകാൻ കഴിയാതെ വരാം. പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം, മതിയായ ഉറക്കത്തിന്റെ അഭാവം, ക്രമരഹിതമായ ഭക്ഷണ ശൈലി എന്നിവയെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലരും ചെറിയ അസ്വസ്ഥതകളെ ആദ്യം ഗൗരവമായി എടുക്കാറില്ല. എന്നാൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ തുടർച്ചയായി അവഗണിക്കപ്പെടുമ്പോൾ പിന്നീട് അത് വലിയ പ്രശ്നങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ സൂചനകളെ പോലും ശ്രദ്ധിക്കുക എന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മനസ്സിന്റെ ശാന്തതയും വളരെ പ്രധാനമാണ്. അമിതമായ ചിന്തകളും ആശങ്കകളും നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അതിനാൽ ഈ സമയത്ത് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക, മതിയായ ഉറക്കം ഉറപ്പാക്കുക, ദിവസേന ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക എന്നിവയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കണം. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ യഥാർത്ഥ ആരോഗ്യം നിലനിർത്താൻ കഴിയൂ. പഠനവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഉണ്ടായിരുന്ന തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും പതുക്കെ മാറിപ്പോകുന്ന ഘട്ടമാണിത്. ഇതുവരെ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുന്നില്ലെന്ന് തോന്നൽ ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ വ്യക്തതയും ആത്മവിശ്വാസവും വർദ്ധിക്കാൻ തുടങ്ങും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയും ശ്രമത്തിന് അനുയോജ്യമായ ഫലം ലഭിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. ഉയർന്ന പഠനം തുടരാൻ ആലോചിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. തങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകളും സ്ഥാപനങ്ങളും കണ്ടെത്താൻ കഴിയും. പ്രവേശനവുമായി ബന്ധപ്പെട്ടിരുന്ന തടസ്സങ്ങൾ കുറയുകയും മുന്നോട്ടു പോകാനുള്ള വഴി വ്യക്തമാവുകയും ചെയ്യും. മത്സരപരീക്ഷകൾ എഴുതുന്നവർക്ക് ഇത് ഏറെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും. മുൻപ് ചെറിയ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട വിജയം ഇപ്പോൾ കൈവരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. കൂടുതൽ തയ്യാറെടുപ്പും ആത്മവിശ്വാസവും ചേർന്നപ്പോൾ മുൻപ് നഷ്ടമായ അവസരങ്ങൾ വീണ്ടും ലഭിക്കുന്നതുപോലെ ഒരു അനുഭവം ഉണ്ടാകും. ഇതുവരെ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്ക് ഫലം കാണുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഒരുപാട് പേർക്ക് ഇപ്പോൾ എങ്കിലും ഞാൻ ലക്ഷ്യം കൈവരിച്ചു എന്നൊരു ആന്തരിക സംതൃപ്തിയും സന്തോഷവും ഈ കാലയളവിൽ അനുഭവപ്പെടും. ഇത് വെറും വിജയം മാത്രമല്ല, ദീർഘകാല പരിശ്രമങ്ങൾക്ക് കിട്ടുന്ന ഒരു വിലപ്പെട്ട അംഗീകാരമായിരിക്കും. ഈ കാലയളവിൽ ചിലർക്കു ഏറെ നാളായി സ്വപ്നം കണ്ടിരുന്ന സ്വന്തം വീട് സ്വന്തമാക്കാൻ സാധിക്കുന്ന സാഹചര്യം രൂപപ്പെടാം. അതിനായി മുമ്പ് നേരിട്ടിരുന്ന സാമ്പത്തിക തടസ്സങ്ങൾ പതുക്കെ മാറി കാര്യങ്ങൾ അനുകൂലമായി മുന്നോട്ടു പോകാൻ തുടങ്ങും. കുടുംബത്തിനായി ഒരു സ്ഥിരതയുള്ള ഇടം സൃഷ്ടിക്കാനുള്ള ആഗ്രഹം ഈ സമയത്ത് യാഥാർത്ഥ്യമാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വാഹനം സ്വന്തമാക്കുക, ഭൂമി അല്ലെങ്കിൽ മറ്റ് സ്വത്തുകൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളും അനുകൂലമായി നടക്കാൻ ഇടയുണ്ട്. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ വ്യക്തതയും ആത്മവിശ്വാസവും ഉണ്ടാകുകയും ശരിയായ സമയത്ത് ശരിയായ തിരഞ്ഞെടുപ്പുകൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും. സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ വർഷം സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുന്ന ഘട്ടമാണ്. വരുമാനവും ചെലവും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ ഉണ്ടാകുകയും ഭാവിയെക്കുറിച്ച് കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുകയും ചെയ്യും. ഇതോടെ മുന്നോട്ട് കാണുന്ന ദീർഘകാല ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്താനും അവയ്ക്കു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കാനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമായി മാറും. ഇപ്പോഴെടുക്കുന്ന ശരിയായ തീരുമാനങ്ങളും പദ്ധതികളും ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്നതിനാൽ ചിന്താപൂർവം മുന്നോട്ടു പോകുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഇത് വെറും ഭൗതിക വളർച്ചയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒന്നല്ല. ഈ കാലയളവിൽ ആത്മീയമായ വളർച്ചയ്ക്കും വലിയ പ്രാധാന്യം ഉണ്ടാകും. ജീവിതത്തിലെ അനുഭവങ്ങൾ മനുഷ്യനെ അകത്തേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയും ആത്മവിചാരം കൂടുതൽ ആഴത്തിൽ നടത്താൻ സഹായിക്കുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ വിഷ്ണുവിനോടുള്ള ഭക്തി വർദ്ധിക്കുകയും ദൈവിക വിശ്വാസം കൂടുതൽ ഉറപ്പുവരുത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര സന്ദർശനങ്ങൾ, നിത്യപ്രാർത്ഥന,
ഭക്തിപൂർവമായ ചടങ്ങുകൾ എന്നിവ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ അത് മനസ്സിന് ഒരു പ്രത്യേക ശാന്തിയും ആശ്വാസവും നൽകുന്നു. ദിവസേനയുടെ തിരക്കുകൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇടയിൽ ഇത്തരം ആത്മീയ പ്രവൃത്തികൾ മനസ്സിനെ സമതുലിത നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരുപാട് പരിഹാരങ്ങൾ പുറത്തു കണ്ടെത്താൻ ശ്രമിക്കുന്നതിനു മുമ്പ് മനസ്സിന്റെ നില ശരിയായിരിക്കണം എന്നത് ഏറെ പ്രധാനമാണ്. മാനസിക സമതുലിതാവസ്ഥയുള്ളപ്പോൾ പ്രശ്നങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കാണാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. അതിനാൽ ഈ സമയത്ത് ആത്മീയതയെ സ്വീകരിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ശക്തിയായിരിക്കും. എല്ലാം പൊതുവെ അനുകൂലമായ രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെങ്കിലും കണ്ടക്ഷനി ഉള്ളതിനാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ചെറുതായി തോന്നുന്ന ചില ചെലവുകൾ പോലും പതുക്കെ കൂടി വലിയ സാമ്പത്തിക സമ്മർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ ചെലവിൽ നിയന്ത്രണവും ആലോചനയും ആവശ്യമാണ്. അതുപോലെ തന്നെ വാക്കുകളിൽ ജാഗ്രത പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ഒരു ചെറിയ തെറ്റായ വാക്ക് പോലും അനാവശ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം. കുടുംബത്തിലും ജോലിസ്ഥലത്തും സൗഹൃദങ്ങളിലും പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും നിലനിർത്താൻ ശ്രമിക്കണം. ആശയവിനിമയത്തിലെ ചെറിയ പിഴവുകൾ പോലും ബന്ധങ്ങളിൽ ദൂരമുണ്ടാക്കാൻ ഇടയാക്കാം. ബന്ധങ്ങൾ സംരക്ഷിക്കുക എന്നത് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ അടുത്തവരുമായി മനസ്സിലാക്കലും പിന്തുണയും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. ചെറിയ തെറ്റിദ്ധാരണകൾ സമയത്ത് തന്നെ പരിഹരിക്കാതെ വിട്ടാൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ ജാഗ്രതയോടും സമതുലിതമായ സമീപനത്തോടും മുന്നോട്ടു പോകുന്നത് ആവശ്യമാണ്. ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവമായി എടുത്ത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ജീവിതത്തിൽ സ്ഥിരത നിലനിർത്താനും കഴിയും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമായി കണക്കാക്കുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ ക്ഷേത്രത്തിൽ പോകുന്നത് ആത്മീയമായ ശാന്തിയും ആത്മവിശ്വാസവും നൽകുന്ന ഒരു അനുഭവമായി മാറും. ആ ദിവസത്തിന്റെ പാവിത്ര്യം മനസ്സിൽ ഒരു ഭക്തിഭാവം സൃഷ്ടിക്കുകയും ജീവിതത്തിലെ വിഷമങ്ങൾ കുറയ്ക്കാൻ ഉള്ളിൽ നിന്നുള്ള ശക്തി നൽകുകയും ചെയ്യും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാനും ചിന്തകളെ ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു. ഓരോ നാമവും ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ ഒരു സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. ഇത് വെറും ഒരു ആചാരമല്ല, മറിച്ച് മനസ്സിനും ആത്മാവിനും ആശ്വാസം നൽകുന്ന ഒരു മാർഗമാണ്. തുളസി സമർപ്പിക്കൽ ഭക്തിയുടെ ഒരു പ്രധാന ഭാഗമാണ്. അതിലൂടെ ദൈവത്തോടുള്ള അടുപ്പവും ആത്മീയ ബന്ധവും കൂടുതൽ ശക്തമാകുന്നു. ചെറിയ ഭക്തിപ്രവർത്തികളായാലും അവ സ്ഥിരമായി ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു സ്ഥിരതയും സമതുലിതാവസ്ഥയും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള ആത്മീയ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മനസ്സിലെ ആശങ്കകളും ഭയങ്ങളും പതുക്കെ കുറയാൻ തുടങ്ങും. പലരും ഇത് സ്ഥിരമായി അനുഷ്ഠിച്ചതിനു ശേഷം അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അതിനാൽ ഈ ഘട്ടത്തിൽ ഇത്തരം ആത്മീയ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഉള്ളിലെ ശാന്തിയും പുറത്തുള്ള പുരോഗതിയും ഒരുപോലെ നേടാൻ സഹായകരമായിരിക്കും. അവസാനമായി പറയാനുള്ളത്, പുണർദം നക്ഷത്രക്കാർക്ക് 2026 മുതൽ ഒരു പുതിയ തുടക്കത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും വെല്ലുവിളികളും വെറും ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നില്ല. അവ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുകയും ജീവിതത്തെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്ത അനുഭവങ്ങളായിരുന്നു. ആ അനുഭവങ്ങൾ തന്നെയാണ് ഇനി മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും അടിത്തറ. ഇപ്പോൾ അതിന്റെ ഫലം ലഭിക്കുന്ന ഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങളും കാത്തിരിപ്പും ഇനി ഫലപ്രദമാകാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരു പുതിയ ഉണർവും പ്രതീക്ഷയും നിറഞ്ഞൊരു കാലഘട്ടം ആരംഭിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പുണർദം നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.